ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീമോൺ സ്ലെയർ എന്ന് പറഞ്ഞ അനിമയിലെ 3ാമത്തെ സീസണിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാറുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹമായിട്ടുള്ള നമ്മുടെ 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് ഗൈസ്, വളരെ നന്ദിയുണ്ട് സബ്സ്ക്രൈബേഴ്സ്, എന്നെ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. മുത്തുമണികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് അയക്കണം. അതായത് ഏറ്റവും കൂടുതൽ എൻഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ കമൻറ്റ് ഇട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തേക്കണ ഒരു വ്യക്തിക്ക് ഒരാൾക്ക് എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ, മാക്സിമം ചാനൽ എൻഗേജ് ആവാൻ നോക്കുക. 2x ഒക്കെ ഇട്ട് വീഡിയോ കണ്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഡീമോൺ സ്ലെയർ സീസൺ 3 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ സോർഡ് സ്മിത്ത് ആർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസൺ 1ഉം 2ഉം കണ്ട് 3ലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, വെറും സാധനം, വെറും പൊള്ളി അങ്ങനെ അത്ര പറയാൻ പറ്റുള്ളൂ. വെറും കിടിലം ഐറ്റം അത്രേ പറയാം. നമുക്ക് വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരുന്നു വായം പൊളിച്ചിരുന്നു. അങ്ങനത്തെ അത്രയും പൊളി എഡിറ്റിങ്, അത്രയും പൊളി മേക്കിങ്, അത്രയും പൊളി സ്റ്റോറി, അത്രയും കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് എടുത്ത് വെച്ചാണ്. നമ്മളെത്രയും നമുക്ക് ഇഷ്ടമാവും. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇനോസുക്കും സെനേറ്റ്സും ഇല്ല നമ്മുടെ ഈ സീസണിൽ. ഇതിന് അവരെ നീക്കി വെച്ചേക്കാണ്. പക്ഷെ അവരില്ലാന്നുള്ളതിലൊരു കുറവ് വരാത്ത രീതിയിൽ അവർ മാക്സിമം ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആൾക്കാരാണ് അവർ. പക്ഷെ അവർ ഇല്ലാത്തൊരു കുറവ് നമുക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ അത്ര അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 3 പുതിയ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹാഷിറയത്തെ തന്നെ കൂടിയ ആൾക്കാരെ, അതിൽ ഗന്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തോക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതായത് ഷോർട്സ് അല്ല, തോക്കാണ്. അതൊക്കെ സീനാണ്. ആളുടെ കഥ കാണിക്കും, പാസ്റ്റൊക്കെ കാണിക്കും. അതൊക്കെ നൈസ് സാധനമാണ്. അപ്പോൾ ഇതിലുള്ള ഡീമോൺസ് ആണെങ്കിലും ഹൈ പവറിലുള്ള ഡീമോൺസ് ആണ്. ഇപ്പം ഇതിലിപ്പോൾ പാസ്റ്റ് കാണിക്കണം, അതിൽ അവർ ഡീമോൺസിൻ്റെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത്രയും സാധനം അത്രയും നൈസായിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ അതിനു മുമ്പ് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ മൂസാനെ കാണിക്കുന്നുണ്ട്. അതായത് മെയിൻ വില്ലനായ നമ്മുടെ മൂസാനെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്താണുള്ളത്, ഒരു ഇൻഫിനിറ്റി പോലത്തെ ഒരു സംഭവം അവിടെ ഉള്ളത്. അപ്പോൾ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ 2D ആണോ 3D ആണോ ആ ഒരു ലെവലിലുള്ള ഒരു മേക്കിംഗ് ആണ് അതിൻ്റെ. അത്രയും നൈസാണ്. നമ്മൾ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും കണ്ട ആൾക്കാർ എന്തായാലും നമ്മൾ 3rd സീസൺ കണ്ടിരിക്കണം. കാരണം ഡീമോൺ സ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനിമെ ബിഗിനേഴ്സിന്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തുടങ്ങിയത് ഡീമോൺ സ്ലെയറിലാണ്. ബിഗിനേഴ്സിനൊക്കെ തുടങ്ങാൻ പറ്റിയ അത്ര അടിപൊളി ആനിമയാണ്. നമുക്ക് അത്രയും വിഷ്വൽ ട്രീറ്റും അത്രയും അടിപൊളി മേക്കിങ്ങും അത്രയും സൂപ്പർ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷനീക്ക് എത്ര ഒരു ഭാഗമുണ്ട്, ആക്ഷൻ സീക്വൻസ് എമ്പോ ഫയർ തീ സാധനം അങ്ങനെ പറയാം. അത്ര അടിപൊളി ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വരുന്നത്. ലാസ്റ്റൊക്കെ നല്ല ട്വിസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ പേടിക്കും, നമ്മൾ തീർന്നു ഒരു പീക്കിനുണ്ട്. എന്നിട്ട് അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നെസുക്കോടാകാം നെസുക്കാണ് സണ്ണിക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ ഡീമൺസിന് സണ്ണിക്ക് എക്സ്പോസ് ചെയ്ത ഡീമൺസ് ചത്തുപോലോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നു, അയ്യോ എന്തുണ്ടാവും, അതായത് സണ്ണിക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. അപ്പോൾ എക്സ്പോസ് ആവോ ചെയ്യില്ലേ ഈ സാധനം, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനത്തെ അവിടെ നിന്നൊരു ചേഞ്ച്. പിന്നെ ഇതിൽ ഗന്യ ടൊക്കിട്ടോ മിക്സുഡ് ചെയ്ത 3 ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആണെങ്കിലും നൈസ്. പിന്നെ മോനെ നമ്മുടെ ടാഞ്ചറോ ഒക്കെ ഇതിൽ വേറൊരു സംഭവം ടാഞ്ചറോ എടുക്കുന്നുണ്ട്. ടാഞ്ചറോയുടെ സ്പോർട്സ് വെച്ചാൽ വേറെ സ്റ്റൈല്. അതായത് അതിൻ്റെ പാസ്റ്റൊക്കെ ശരിക്കും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സാധനം വെച്ചിട്ടുള്ള അടിയൊക്കെ ഉണ്ട്. ടാഞ്ചറൊക്കെ വെറും നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഐറ്റം ഉണ്ടാക്കി തന്നേക്കണം. അത്രയും നമുക്ക് സത്യം നമ്മൾ കണ്ടിരിക്കാൻ പറ്റിയ, അത്രയും എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ, തീരെ ലാഗില്ലാത്ത മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ്, അടിപൊളി ഗംഭീര പ്രകടനമായിട്ടുള്ള സംഭവം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് റിവ്യൂ ആയിട്ട് പറയാനാണെങ്കിൽ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞാൻ ഏതെങ്കിലും ആനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ എപ്പിസോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് റിവ്യൂ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ മുത്തുവാണെങ്കിലേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മാക്സിമം എൻഗേജ് ആവുക. എൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചാനൽ എൻഗേജ് ആയിരിക്കുന്ന ഒരു സബ്സ്ക്രൈബറിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉള്ളതാണ്. ചെറിയൊരു ഗിഫ്റ്റാണ്, പക്ഷേ ഒരു ഗിഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതുവരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചോ, ആവശ്യം വരുന്നേ. ബൈ.